വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. അതായത് ഏറെ ദിവസങ്ങളായി ചർച്ച ചെയ്ത ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിർണായകമായ ഒരു നീക്കം തന്നെയാണ് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനായ അതിവിശ്വസ്തനാണ് എന്നറിയപ്പെടുന്ന എൻ വാസു സ്വർണ്ണപ്പാളി കടത്ത് കേസിൽ അറസ്റ്റിലായിരിക്കുകയാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നത് കേസിന്റെ മറ്റൊരു തരത്തിലേക്കാണ് കടക്കുന്നത്. ദേവസ്വം ബോർഡിൽ ഏറെ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇന്നിപ്പോൾ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത്. കട്ടിളപ്പാളി കേസിൽ 3-ാം പ്രതിയാണ് എൻ വാസു. നേരത്തെ തന്നെ കുറച്ചു ദിവസങ്ങളായി എൻ വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം കേസുമായി ബന്ധപ്പെട്ട് പല തവണ പല രീതിയിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ കാര്യങ്ങൾ വ്യക്തമായതോടെ പഴുതടച്ചുകൊണ്ടുള്ള ഒരു നീക്കമായി തന്നെയാണ് ഇതിനെ വിലയിരുത്തുന്നത്. വാസു ദേവസ്വം കമ്മീഷണറായിരുന്ന സമയത്ത് സ്വർണം ചെമ്പായി രേഖപ്പെടുത്തിയ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. എന്നാൽ അത് നിരാകരിക്കാനോ അതിനെ സാധൂകരിക്കാൻ കഴിയുന്ന രീതിയിലോ തൻ്റെ വാദം വ്യക്തമാക്കാനോ ഒന്നും വാസുവിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അറസ്റ്റിലായ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ മൊഴി തന്നെയാണ് അതിൽ ഏറ്റവും വിനയായി മാറിയിട്ടുള്ളത്. എല്ലാം വാസുവിന് എതിരായിരുന്നു. ഒന്നും തന്നെ മറച്ചു പിടിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വാസുവിന് കടക്കേണ്ടി വന്നു. വാസുവിനെതിരെ ഏറ്റവും നിർണായകമായ മൊഴി നൽകിയത് മറ്റാരുമല്ല, മുരാരി ബാബു ആയിരുന്നു. എല്ലാം വാസു അറിഞ്ഞുകൊണ്ടാണ് ഈ നീക്കം നടത്തിയതെന്ന് മുരാരി ബാബുവും സുധീഷും മൊഴി നൽകിയാണ്. മുൻ തിരുവാഭരണ കമ്മീഷണർ കൂടിയായിട്ടുള്ള ബൈജുവിൻ്റെ മൊഴിയും വാസുവിനെതിരായി വന്നതോടെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവുകയും രക്ഷപ്പെടാനുള്ള സാധ്യത മങ്ങലേക്കുകയും ചെയ്തു. അങ്ങനെ കഴിഞ്ഞ 2 ദിവസങ്ങളായി ഏറെ നേരം നീണ്ടുനിന്ന ചോദ്യം ചെയ്യൽ പ്രത്യേക അന്വേഷണ സംഘം അവസാനിപ്പിച്ചു. അതിനുശേഷമാണ് അറസ്റ്റ് നടപടികളിലേക്ക് കടന്നത്. ചോദ്യം ചെയ്യുന്നതിനിടയിൽ രേഖകളിൽ തിരുത്തൽ വരുത്തിയത് എന്തിന് എന്ന ചോദ്യത്തിന് വാസുവിന് വ്യക്തമായ ഒരു മറുപടി പോലും നൽകാൻ കഴിഞ്ഞിട്ടില്ല. തനിക്കത് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല എന്നാണ് വാസുവിൻ്റെ മറുപടി. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് അത് മാനിക്കണമെന്നും വാസു ഉദ്യോഗസ്ഥരെ അറിയിച്ചു. ഇനിയിപ്പോൾ മറ്റ് നിർവാഹമില്ലാത്തതുകൊണ്ട് ഈഞ്ചക്കല്ലെ ഓഫീസിൽ വാസുവിനെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം തന്നെ അറസ്റ്റും രേഖപ്പെടുത്തി റാന്നി കോടതിയിൽ ഹാജരാക്കി. റാന്നി കോടതി അവധിയായതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിലെ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് വാസുവിനെ ഹാജരാക്കി. പിന്നീട് റിമാൻഡ് ചെയ്തു. പോറ്റി, മുരാരി ബാബു, സുധീഷ് കുമാർ എന്നിവരാണ് ഇതുവരെ കേസിൽ അറസ്റ്റിലായിട്ടുള്ളത്. അപ്പോഴും ഏറെ ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യമായിരുന്നു കേസിലെ 3-ാം പ്രതിയായിട്ടുള്ള 7-ാം പ്രതിയെ പോലും അറസ്റ്റ് ചെയ്തു. എന്നിട്ട് പോലും 3-ാം പ്രതിയായ വാസുവിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? അങ്ങനെയാണ് ഇപ്പോൾ 4-ാമനായി വാസുവിനെ കൂടി കടന്നു വരുന്നത്. അറസ്റ്റ് ആയിട്ടുള്ള സുധീഷ് കുമാർ ആകട്ടെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറും പിന്നീട് വാസുവിൻ്റെ PA-യുമായി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വാസുവിൻ്റെ കൂടെയുള്ള വ്യക്തി എന്ന നിലയിൽ വാസുവിൻ്റെ സന്തത സഹചാരി ആയതുകൊണ്ട് തന്നെ എല്ലാ വിവരങ്ങളും സുധീഷിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വാസുവിനെ അവസാനത്തേക്ക് എന്ന രീതിയിൽ ഈ 4 പേരുടെ കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തിയത്. 2 തവണയായിരുന്നു വാസു ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണറായിരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിവിശ്വസ്തൻ എന്ന നിലയിൽ തന്നെയാണ് വാസുവിനെ ഇത്രയും കാലം അറിയപ്പെട്ടിരുന്നത്. ഈ സാഹചര്യത്തിൽ വാസുവിനെ അറസ്റ്റ് ചെയ്ത നീക്കത്തെ അതിനിർണായകം എന്നല്ലാതെ മറ്റൊന്നും പറയാൻ സാധിക്കില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാട്ടിൽ കാലുകുത്തുന്ന സമയത്ത് തന്നെ ഇത്തരമൊരു നീക്കം SIT നടത്തിയതും ഏറെ അമ്പരപ്പിക്കുന്നതാണ്. ഈ കാലയളവിൽ ഉണ്ടായിരുന്ന 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, ഒന്ന് എൻ വാസു ആണെങ്കിൽ മറ്റൊന്ന് പത്മകുമാറാണ്. അദ്ദേഹത്തിലേക്കാണോ അടുത്ത അറസ്റ്റ് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയിലാണ്. പത്മകുമാർ നിലവിൽ പാർട്ടിയുമായി അകൽച്ചയിലാണെന്നുള്ള സൂചന കിട്ടുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന്റെ അറിവോടുകൂടിയല്ല ഈ നീക്കങ്ങൾ നടന്നിരിക്കുന്നത് എന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. തന്റെ ഭാഗത്ത് യാതൊരുവിധ തെറ്റുമില്ല എന്നാണ് പറയുന്നത്. സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടതിൽ ദേവസ്വം ബോർഡിന്റെ പങ്ക് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരെ വിളിച്ചു വരുത്തുന്നത്. ഇവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്താലേ കാര്യങ്ങൾ അറിയാൻ സാധിക്കുമെന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം താൻ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു എന്ന ബോർഡ് അംഗമായിട്ടുള്ള N വിജയകുമാർ മൊഴി കൊടുത്തു. N വാസുവിൻ്റെ മൊഴി വിശദമായി തന്നെ അന്വേഷണ സംഘം കീറി മുറിച്ചു പരിശോധിച്ചു. മുൻ ബോർഡ് അംഗമായിട്ടുള്ള ശങ്കർദാസിൻ്റെയും മൊഴി രേഖപ്പെടുത്തി. ഇവ തമ്മിൽ ഒത്തുനോക്കി. ഉദ്യോഗസ്ഥരും തന്ത്രയും പറയുന്നത് മാത്രമേ ശങ്കർദാസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ.
അതിൽ പറഞ്ഞ പ്രധാന ഉദ്യോഗസ്ഥനാകട്ടെ ഇദ്ദേഹവും. അത്തരത്തിലുള്ള ഒരു മൊഴി തന്നെയായിരിക്കും പത്മകുമാറിനെ വിളിക്കുമ്പോൾ നൽകാനുള്ളത്. എന്നാൽ വാസു എന്തുകൊണ്ട് കൂടുതൽ കുടുങ്ങി എന്ന് ചോദിച്ചാൽ അദ്ദേഹം ദേവസ്വം ബോർഡ് കമ്മീഷണർ കൂടിയായിരുന്നു. ഈ സമയത്ത് ചില കുറിപ്പുകൾ വാസു തന്നെയാണ് എഴുതിയത്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള ന്യായവും വാസുവിന് മുന്നിൽ നിർത്താൻ സാധിച്ചില്ല. അന്വേഷണ സംഘത്തിന് മുന്നിൽ വിലപ്പോയില്ല. വാസുവിനെതിരെ എന്ത് നടപടി SIT എടുക്കുമെന്ന ചോദ്യമായിരുന്നു ഇത്രയും ദിവസം ആവർത്തിച്ച് ചോദിച്ചത്. അതിനുള്ള ഉത്തരം കിട്ടിയിരിക്കുന്നു. സ്വർണ്ണക്കൊള്ളക്കേസിൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ഈ സാഹചര്യത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് ഇനിയും അന്വേഷണം നീങ്ങുമെന്നും അധികാരവർഗങ്ങളിലേക്കും ഒരുപക്ഷെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്കും എത്തിയേക്കുമെന്നുള്ള സൂചനകൾ കിട്ടുന്നു. മുരാരി ബാബുവിന്റെ കസ്റ്റഡി കാലാവധി എന്നുള്ളത് 10-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ടായിരുന്നു. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് 12-ലേക്ക് മാറ്റി. സുധീഷ് കുമാറിനെ 12 വരെയാണ് SIT കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കട്ടിളപ്പാളി കേസിൽ അറസ്റ്റിലായ മുൻ തിരുവാഭരണ കമ്മീഷണറായിട്ടുള്ള ബൈജു റിമാൻഡിലും 2019 സ്വർണ്ണപ്പാളി ചെമ്പാക്കി രേഖപ്പെടുത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അന്ന് കൈമാറുന്ന സമയത്ത് ബൈജു ആയിരുന്നു അവിടുത്തെ തിരുവാഭരണ കമ്മീഷണർ. കേസിലെ 7-ാം പ്രതിയുമാണ് ബൈജു. വാസുവിനെതിരെ സുധീഷ് കുമാർ കൊടുത്ത മൊഴിയും ബലപ്പെട്ടതാണ്. വാസു പറഞ്ഞതനുസരിച്ച് മാത്രമേ കാര്യം ചെയ്യുകയുള്ളൂ. ഇതിനൊപ്പമാണ് ദേവസ്വം ബോർഡിലെ അസിസ്റ്റന്റ് കമ്മീഷണർ കൂടിയായിട്ടുള്ള, അതായത് നേരത്തെ ക്ലർക്കായിരുന്ന ശ്യാം പ്രകാശും വാസുവിനെ വെട്ടിലാക്കുന്ന മൊഴി കൊടുത്തത്. ദേവസ്വം കമ്മീഷണറായിരുന്ന വാസുവിന് വേണ്ടി 2019 സ്വർണ്ണപ്പാളികളെ ചെമ്പുപാളികളാക്കി ദേവസ്വരേഖയിൽ എഴുതിയ ഓഫീസ് ക്ലർക്ക് കൂടിയായിരുന്നു ശ്യാം പ്രകാശ്. സ്വർണ്ണക്കൊള്ളയ്ക്കുള്ള അന്വേഷണ വിജിലൻസ് സംഘത്തിലും ഇയാൾ ഉൾപ്പെട്ടിരുന്നു. പക്ഷേ പിന്നീട് താനെന്നാണ് പറഞ്ഞപ്പോൾ SP സുനിൽകുമാർ തന്നെ ഇദ്ദേഹത്തെ മാറ്റി നിർത്തുകയായിരുന്നു. ശ്യാം പ്രകാശ് അവധിയിലാണ്. ബോർഡിലെ ഇടത് സംഘടനാ നേതാവ് കൂടിയാണ് ശ്യാം പ്രകാശ്. ഹൈക്കോടതി നിയമിക്കുന്ന SP 2 SIമാർ 3 CPOമാർ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ റാങ്കിലുള്ള 3 ഉദ്യോഗസ്ഥർ എന്നിവരാണ് ദേവസ്വത്തിന്റെ വിജിലൻസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലകരുടെ പീഠങ്ങളിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട ഏകദേശം 4.5 കിലോഗ്രാമിലധികം സ്വർണം നഷ്ടമായി എന്ന ആരോപണമാണ് ഈ വാദത്തിനൊക്കെ തന്നെ അടിസ്ഥാനമായിട്ടുള്ളത്. ഈ വിഷയത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം നിൽക്കുന്നത്. വാസു വാ തുറന്നാൽ കടകംപള്ളി അടക്കം കുടുങ്ങുമോ? നേരത്തെ ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന MP അടക്കം കുടുങ്ങുമോ? MPക്ക് ഇതിലെന്തെങ്കിലും കൈകടത്തലുകൾ ഉണ്ടോ? കടകംപള്ളി കട്ടിട്ടുണ്ടോ? കട്ട മുതൽ എവിടെയാണ്? കടകംപള്ളി മാത്രമല്ല, മറ്റേതെങ്കിലുമൊക്കെ നേതാക്കന്മാർ കട്ടിട്ടുണ്ടോ തുടങ്ങിയ ആരോപണങ്ങൾ ജനങ്ങൾ ഉയർത്തുന്നുണ്ട്. ഇത്തരത്തിൽ കോടതിയുടെ ശക്തമായ ഇടപെടൽ കൂടി ഉണ്ടാകുമ്പോൾ കാട്ടുകള്ളൻ വാസു മാത്രമല്ല, അയ്യനെ കട്ട കള്ളൻ വാസു മാത്രമല്ല, വാസുവിനും തലയ്ക്ക് മുകളിൽ വലിയ വലിയ തലകളുണ്ട്. ആ തലകൾ ഹൈക്കോടതിയുടെ കയ്യിൽ കിട്ടിയാൽ ഹൈക്കോടതി എണ്ണി ഉത്തരം പറയിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഹൈക്കോടതി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഹൈക്കോടതി നിയോഗിച്ച SIT ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുള്ള വാസുവിന് അധിക നേരം കള്ളങ്ങളിൽ പിടിച്ചു തൂങ്ങി നിൽക്കാൻ കഴിയില്ല. പഠിപ്പിച്ച കള്ളങ്ങളിലും പിടിച്ചു തൂങ്ങി നിൽക്കാൻ കഴിയില്ല. വാസു ആ പേരുകൾ പറയും. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ആ പേരുകൾ ചർച്ചയാകും. തുടർന്ന് CPMന് സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് കാത്തിരിക്കേണ്ട. അത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും.